തൃശ്ശൂർകാർക്ക് ഇന്ന് 4ാം ഓണമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് തൃശ്ശൂർ നഗരത്തിലേക്ക് പുലികൾ ഇറങ്ങുന്നത്. 9 പുലിമടകളിൽ നിന്നായിട്ട് നിരവധി പുലികൾ ആണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ പുലികൾ ഇറങ്ങുമ്പോൾ ആ പുലികളുടെ ചരിത്രം, ഈ പുലിക്കളിയുടെ ഒരു ചരിത്രം നമുക്കറിയണ്ടേ. ഇവിടെ കുറച്ച് പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. പ്രൊഫസർ ടി പി സുധാകരൻ സാർ, 21 വർഷമായിട്ട് ഇന്നത്തെ ചിട്ടപ്പെടുത്തിയ പുലിക്കളി ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും പുലിക്കളിയുടെ ചരിത്രം എന്നു തുടങ്ങുന്നു എന്ന് വ്യക്തമല്ല. പക്ഷേ 1798 ഹൈദരാലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും പടയോട്ടം തൃശ്ശൂരിലൂടെ കടന്നുപോയത് മുതൽ 1921 മലബാർ കലാപം വരെ ഉള്ള ഒരു ദീർഘമായ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലൂടെയും പുലിക്കളി കടന്നുപോയിട്ടുണ്ട്. ഈ പുലിക്കളി പ്രധാനമായും പട്ടാണികളുടേതാണ്. ടിപ്പുവിൻ്റെ പട്ടാളത്തിലും പിന്നീട് മലബാർ കലാപം അടിച്ചമർത്താൻ ഉപയോഗിച്ച ബ്രിട്ടീഷ് പട്ടാളത്തിലും ഉണ്ടായിരുന്നത് ഉത്തരേന്ത്യയിലെ പട്ടാണി മുസ്ലിംസാണ്. ഈ മുഹറം ഫെസ്റ്റിവലിന് നടത്തുന്ന ഒരായോധന കലയാണിത്. ബ്രിട്ടീഷ് പക്ഷത്താണ് തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹം നിന്നിരുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് മാനസിക ചെറുത്തുനിൽപ്പ് കൂടിയാണ് ഇതിൽ. തിരുവമ്പാടി ക്ഷേത്രത്തിൻ്റെ ആണ് അന്ന് പട്ടാളത്തിന് സദ്യ കൊടുത്തിരുന്നത്. ഇവർ ഈ വടക്കുനാഥന് ചുറ്റും പ്രദക്ഷിണം വെച്ചു. പിൽക്കാലത്ത് ഇവർക്ക്, ഈ പുലിക്കളിക്കാർക്ക്, ശിവഭൂതങ്ങൾ എന്ന് പേര് വന്നു. അതുകൊണ്ടാണ് ഇന്നും പുലിക്കളിയുടെ എല്ലാ ട്രൂപ്പുകളും ഈ വടക്കുനാഥന് മുന്നിൽ നടുവിലാലിലെ ഗണപതിയുടെ മുന്നിൽ നാളികേരം ഉടയ്ക്കുന്നത്. അല്ലാതെ വടക്കുനാഥനുമായി സത്യത്തിൽ ഇതിന് യാതൊരു ബന്ധവുമില്ല. തൃശ്ശൂരുകാരുടെ പ്രിയപ്പെട്ട സിനിമാ താരം കൂടിയുണ്ട് സന്തോഷ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു പുലിക്കളിയുടെ ഒരു പഴയ കാലത്ത് നിന്ന് മാറുമ്പോൾ ഇപ്പോഴത്തേക്ക് വരുമ്പോൾ? പഴയ കാലത്തെ പുലിക്കളി ഒലയ്ക്കമലായിരുന്നു. അതായത് ഒലക്കയിൽ പുലി കയറും. ഒലക്ക രണ്ട് പേര് മുമ്പിലും 2 പേര് ബാക്കിൽ നിൽക്കും. എന്നിട്ട് ഓരോ ചുമലുമ്മ, ഓരോ ഒലക്കയുടെ തല ഈ ചുമല്, മറ്റേ തല അയാളുടെ ചുമല്, 2 ചുമല് ഒലയ്ക്കമ എന്നിട്ടാണ് പണ്ട് പുലിക്കളി പതിവ്. നഗരത്തിന്റെ ഷേപ്പ് റൗണ്ടാണ്. റൗണ്ടിന് വൃത്തം. അപ്പൊ എന്ത് വൃത്തം എന്ന് ചോദിച്ചാൽ ശാർദൂല വിക്രീഡിതം വൃത്തം. ശാർദൂലം എന്ന് പറഞ്ഞ പുലി, ക്രീഡ എന്ന് പറഞ്ഞ കളി. അപ്പൊ പുലിക്കളി നടക്കണ വട്ടം ശാർദൂല വിക്രീഡിതം വൃത്താണ് തൃശ്ശൂർ. അവിടെയാണ് പുലിക്കളി നടക്കണം. അതുകൊണ്ട് പേര് വന്നത്. ആ പേരിട്ടാണ് ഞാനാ 2008 മുതൽ പേരിട്ടിട്ട്. സംസ്കൃതത്തിൽ ഇതിന് വ്യാഘ്രലീല എന്ന് വേണേ പറയാം. പുലിക്കളിക്ക് വ്യാഘ്രലീല. ഈ മണ്ണെണ്ണയിലാണ് പുലികളുടെ ആറാട്ട്. മണ്ണിലാടി മണ്ണെണ്ണയില ആറാടുന്നൊരു സാധനമാണ്. പിന്നെ ഇത് തെരുവിലാണ് അരങ്ങ്. അപ്പൊ ഇത് വാസ്തവത്തിൽ ഒരു സ്ട്രീറ്റ് പ്ലേയുടെ അതിന് തീം എന്താന്ന് വെച്ചാൽ അതിന്റെ ഈ താളം തന്നെ തീം. ഇത്തവണ വാസ്തവത്തിൽ ശരിക്ക് അംബ്രല ടൈഗറാണ്. വാസ്തവത്തിൽ ശരിക്കും പറഞ്ഞ അംബ്രല മഴ കുടകുട, പുലി കുടകുട എന്നുള്ളതാണ്. 2 പ്രേമികളാണ്. ഒന്ന് പൂരപ്രേമി, പൂരപ്രേമി, പുലിപ്രേമി. തൃശ്ശൂർ അങ്ങനെയാണ്. മനുഷ്യരെ മനുഷ്യരെ അടുപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ 2 കലകളായിട്ട് വളരെ കാലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയും അത് വാസ്തവത്തിൽ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ ഓക്സിജനായി മാറിയത് ഈ 2 കാര്യങ്ങൾ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി 9 ദേശങ്ങളുടെ ഒരുപാട് പുലികൾ വിവിധ പുലിമടകളിൽ നിന്നായിട്ട് ഇറങ്ങും. കാണാൻ നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. ബിനു പാവമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.